യെസ് മാൻ, പറയൂ. എടാ, നാളെ വൈകുന്നേരം ഫ്രീ ആണോ? എന്താടാ കാര്യം? പോകുന്നതിന് മുമ്പ് ഒന്ന് കൂടിയേക്കാമെന്ന് വെച്ചു. നമ്മുടെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചോദിക്കാനുണ്ടോ? നാളെ വൈകുന്നേരം കാണാം. ആ സതി ചേട്ടാ, എവിടെയാ? ഓഫീസിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയുള്ളൂ. നാളെ വീട്ടിൽ കാണുമോ? യെസ്. എന്താടാ കാര്യം? പ്രത്യേകിച്ചൊന്നുമില്ല. നാളെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ഓക്കെ? ഓക്കേടാ, നാളെ കാണാം. Have you heard the story? It is of a monkey and a crocodile who are very good. Patient master of Lakshmi Kandapu brought home. Thank you. അയ്യോ, ഞാൻ പറയാൻ മറന്നു. 25ന് സ്കൂൾ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്. എനിക്കാണെങ്കിൽ ഡ്യൂട്ടി ഉണ്ട്. വൈകിട്ടല്ലേ? ഞാൻ പോവാം. ശ്രുതിയാവും ചിലപ്പോ. ഇന്ന് വരുന്നു പറഞ്ഞിരുന്നു. ഹലോ. ഇന്നങ്ങോട്ട് ഇറങ്ങില്ല ചേട്ടാ? ഇല്ലടാ, വാരി. ഹായ് ചേച്ചി. എന്താ ഈ പാക്കിംഗ്? റെഡി ആവും ചേച്ചി. ഇനിയിപ്പോ കാനഡക്കാരനായല്ലോ. എടാ, നിന്റെ സെറ്റിൽമെന്റ് വന്നോ? സെറ്റിൽമെന്റ് ഇന്നലെ വന്നു. വിസ ക്യാൻസലേഷൻ പ്രോസസ്സിംഗ് നടത്തുന്നു. മറ്റേ കാര്യം എന്തായി? ഏത്? നീ ലോൺ ക്ലോസ് ചെയ്തോ? അവിടെ കുറച്ച് ഫണ്ട് ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതിന്റെ ആലോചനയിൽ നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് നീ ലോൺ ക്ലോസ് ചെയ്യാതെ പോകാനുള്ള പ്ലാനോ? അതുകൊണ്ട് ഞാനിനി ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ലല്ലോ. ഇതാണ് പ്രശ്നം. എടാ, നാട്ടിലൊരു 10,000 രൂപ ലോൺ കിട്ടാനുള്ള ബുദ്ധിമുട്ട് നിനക്കറിയാം. വീടിന്റെ ആധാരം മുതൽ സകല സാധനങ്ങളും അവർക്ക് കൊടുക്കും വേണം. ഒരു 100 വട്ടെങ്കിലും അവർ നടത്തിക്കും. ഇവിടെയോ എൻ്റെ ഒരു സാലറി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാലും 50 ലക്ഷം വരെ സുഖമായിട്ട് കിട്ടില്ല. അതിന് നന്ദി നമ്മൾ കാണിക്കേണ്ടതാണ്. ഞാൻ മാത്രമല്ലല്ലോ ചേട്ടാ. അങ്ങനെ എല്ലാവരും ചെയ്താണ്. ഇവിടെ മലയാളി എന്ന് പറഞ്ഞപ്പോൾ ലോൺ കിട്ടാത്ത അവസ്ഥയായത്. സുധി, ഇന്നത്തെ ന്യൂസ് കണ്ടിരുന്നോ? ഇതാ, ഇപ്പം പഴയ പോലെയൊന്നും അല്ല. ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ പ്രശ്നം അവിടുത്തെ ഫണ്ടല്ലേ, അത് ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇവിടെ നീ റിസ്ക് എടുക്കരുത്. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ജീവിതം കരപിടിച്ച നാടനുണ്ടായിരുന്നു. മലയാളികൾക്ക് ഈ നാട്ടിലൊരു വിലയുണ്ട്. അത് നമ്മളായിട്ട് കളഞ്ഞു കുടിക്കരുത്. കുവൈറ്റിലെ ലോൺ തട്ടിപ്പ് കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കും. ദക്ഷിണ മേഖല ഐജിക്കാണ് അന്വേഷണ ചുമതല. കുവൈറ്റിൽ നിന്നും ലോൺ എടുത്ത് മുങ്ങിയത് 1425 മലയാളികളെന്ന കുവൈറ്റ് ബാങ്കിന്റെ പരാതിയിലാണ് നടപടി.